ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് DHCP സ്നൂപ്പിംഗ്, അതുപോലെ എങ്ങനെയാണ് DHCP സ്നൂപ്പിംഗ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ DHCP സ്നൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ 2 സെക്യൂരിറ്റി ഫീച്ചറാണ്. DHCP സ്നൂപ്പിംഗ് യൂസ് ചെയ്യുന്നത് DHCP സ്പൂഫിംഗ് പോലുള്ള അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് DHCP സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇമേജിൽ ഞാനിവിടെ ഒരു DHCP സെർവർ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. DHCP സെർവറിൻ്റെ നെറ്റ്വർക്ക് വരുന്ന 172.168.0/24 ആണ്. ഓക്കെ, ഈ ഒരു DHCP സെർവറിന് ഞാനൊരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ G0/0/23 എന്ന് പറയുന്ന പോർട്ടലാണ് കണക്ട് ചെയ്തത്. അതുപോലെ ഈ സ്വിച്ചിൽ നിന്ന് ഞാൻ ജസ്റ്റ് 3 എൻഡ് ഡിവൈസുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻഡ് ഡിവൈസുകൾക്കെല്ലാം ഈ ഒരു DHCP സെർവറായിരിക്കും IP അസൈൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫസ്റ്റ് ഈ 172.168.25.10 എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന PC ആണ്. ഇതിൽ ഓട്ടോമാറ്റിക്കലി അസൈൻ ആയ IP ആയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 172.168.25.10, അതുപോലെ സബ്നെറ്റ് മാസ്ക് കാണിക്കുന്നുണ്ട്, ഗേറ്റ് വേ കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഈ ഒരു DHCP സെർവറിന് ഓട്ടോമാറ്റിക്കലി അസൈൻ ആയ IP അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് DHCP സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു തൊട്ട് സൈഡിലായിട്ട് ഞാനൊരു റോഗ് DHCP സെർവർ ജസ്റ്റ് ഇമേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നെറ്റ്വർക്ക് വരുന്ന 192.168.100.0/24 ആണ്. തൊട്ട് താഴെ ഞാൻ ജസ്റ്റ് ഒരു അറ്റാക്കർ ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറ്റാക്കർ കോൺഫിഗർ ചെയ്ത ഫേക്ക് DHCP സെർവർ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു DHCP സെർവർ നമ്മുടെ ഈ സ്വിച്ചിലേക്ക് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ കാണുന്ന എൻഡ് ഡിവൈസുകൾക്കെല്ലാം IP അസൈൻ ആവുന്നത് ഈ ഒരു ഫേക്ക് DHCP സെർവറിനായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ, അതായത് നമ്മുടെ പാക്കറ്റ്സും കാര്യങ്ങളും പോകുന്നത് ഈ ഒരു ഫേക്ക് DHCP ട്രൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ ഈസിലി ഈ ഒരു അറ്റാക്കർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് DHCP സ്പൂഫിംഗ് എന്ന് പറഞ്ഞ അറ്റാക്ക്. ഈ ഒരു അറ്റാക്ക് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DHCP സ്നൂപ്പിംഗ് കോൺഫിഗർ ചെയ്യുന്നത്. ഇതൊരു ലെയർ 2 സെക്യൂരിറ്റി ഫീച്ചർ ആയതുകൊണ്ടാണ് നമ്മൾ സ്വിച്ചിലാണ് ഇത് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് DHCP സ്നൂപ്പിംഗ് കോൺഫിഗർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ജസ്റ്റ് ഇതാണ് നമ്മുടെ ട്രസ്റ്റഡ് DHCP സെർവർ. ഈ ഒരു ട്രസ്റ്റഡ് DHCP സെർവറിന് ഞാൻ ഈ സ്വിച്ചിൻ്റെ G0/0/23 എന്ന് പറഞ്ഞ പോർട്ടലാണ് കണക്ട് ചെയ്തത്. അതുപോലെ എൻ്റെ ഡിവൈസുകൾ തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ DHCP സ്നൂപ്പിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഏതാണോ ട്രസ്റ്റഡ് DHCP സെർവർ കണക്ട് ചെയ്ത പോർട്ട് സ്വിച്ചിൻ്റെ, ആ പോർട്ടിനെ നമ്മൾ ട്രസ്റ്റഡ് പോർട്ടാക്കി കോൺഫിഗർ ചെയ്യും. ഓക്കെ, ട്രസ്റ്റഡ് പോർട്ടാക്കി കോൺഫിഗർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർട്ടിൽ DHCP സെർവർ കണക്ട് ചെയ്താൽ മാത്രമേ ഈ എൻഡ് ഡിവൈസുകൾക്ക് IP അസൈൻ ആവുള്ളൂ. ഇപ്പോൾ പുറത്തുനിന്ന് ഒരു അറ്റാക്കർ വന്നിട്ട് ഈ ഒരു സെർവർ കൊണ്ടുവന്ന് തൊട്ട് അടുത്തുള്ള വേറെ ഏതെങ്കിലും ഒരു പോർട്ടിൽ കണക്ട് ചെയ്താലും ഈ എൻഡ് ഡിവൈസുകൾക്ക് ഒരിക്കലും IP അസൈൻ ആവില്ല ഓട്ടോമാറ്റിക്കലി. ഈ ഒരു ട്രസ്റ്റഡ് പോർട്ട്, അതായത് G0/0/23 എന്ന് പറയുന്ന പോർട്ടിനെ നമ്മൾ ട്രസ്റ്റഡ് പോർട്ടാക്കി കോൺഫിഗർ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രസ്റ്റഡ് പോർട്ടിൽ കണക്ട് ചെയ്യുന്ന DHCP സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന IPs മാത്രമേ നമ്മുടെ എൻ്റെ ഡിവൈസുകൾ ഓട്ടോമാറ്റിക്കലി അസൈൻ ആവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ സ്വിച്ചിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ ഒരു സ്വിച്ചിലേക്ക് കോൺഫിഗറേഷന് വേണ്ടി എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വിച്ചിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ സ്വിച്ച് ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് CLI എഡിറ്റ്. ഓക്കെ, അപ്പോൾ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് സെറ്റ് VLAN ഡീഫോൾട്ട്. കാരണം എന്താ വെച്ചാൽ ഈ സ്വിച്ചിൽ വേറെ VLAN ഒന്നുമില്ല. അതുപോലെ ഈ ഒരു നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്ന ഇൻ്റർഫേസ് ഓൾറെഡി ഡീഫോൾട്ട് VLANലാണുള്ളത്. ഇപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റം VLANലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ കസ്റ്റം VLANൻ്റെ പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡീഫോൾട്ട് VLAN മാത്രമേ ഉള്ളൂ ഈ ഒരു സ്വിച്ചിൽ. നമ്മളെ ഇൻ്റർഫേസ് ഓൾറെഡി അസൈൻ ആയത് ആ ഒരു
ഡിഫാൾട്ട് VLAN-ലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ VLAN നെയിം ഡിഫാൾട്ട് കൊടുത്തത്. ഡിഫാൾട്ട് ഫോർവേഡിങ് ഓപ്ഷൻസ് DHCP സെക്യൂരിറ്റി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഗ്രൂപ്പ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഗ്രൂപ്പ്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഡിഫൈൻ ആയിട്ട് DHCP സെക്യൂരിറ്റി ഗ്രൂപ്പ് ഫോർ ഓവർ റൈഡിങ് ഡിഫാൾട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യണം. ഗ്രൂപ്പ്, ഇനി ഗ്രൂപ്പ് നെയിം. അപ്പോൾ ഗ്രൂപ്പ് നെയിം ഞാൻ ജസ്റ്റ് ട്രസ്റ്റഡ് DHCP സെർവർ എന്ന് കൊടുക്കുന്നുണ്ട്. ട്രസ്റ്റഡ് DHCP സെർവർ. DHCP സെർവർ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ ഇൻ്റർഫേസിനെ ആഡ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഒന്ന് കൂടുതൽ ഇൻ്റർഫേസിനെ അസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഗ്രൂപ്പിൻ്റെ പേര് ട്രസ്റ്റഡ് DHCP സെർവർ എന്ന് കൊടുത്ത് ഇനി ഈ ഗ്രൂപ്പിലേക്ക് ഇൻ്റർഫേസിനെ അസൈൻ ചെയ്യണം. അപ്പോൾ ഇൻ്റർഫേസ്, ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഇൻ്റർഫേസ് വരുന്നത് ട്രസ്റ്റഡ് DHCP സെർവർ കണക്ട് ചെയ്ത പോർട്ട് എന്ന് പറഞ്ഞാൽ GE0/0/23 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർഫേസ് നെയിം GE0/23. ഓക്കെ, എൻ്റർ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റ് VLANs ഡിഫാൾട്ട് ഫോർവേഡിങ് ഓപ്ഷൻ DHCP സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഓക്കെ, DHCP സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിനെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ട്രസ്റ്റഡ് DHCP സെർവർ, ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഓവർറൈഡ്സ്, അത് DHCP ഓവർറൈഡ് പ്രോസസ്സിങ്. ഓക്കെ, ഞാനിവിടെ ഓവർറൈഡ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓവർറൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓവർറൈഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഒരു ഇൻ്റർഫേസ് അൺട്രസ്റ്റഡ് മോഡിലായിരിക്കും ഉണ്ടാവുക. അതായത് DHCP സെർവർ പാക്കറ്റ്സ് ക്യാരി ചെയ്യൂല. അതായത് ആ ഒരു ഇൻ്റർഫേസിലൂടെ ആ ഒരു പോർട്ടിലൂടെ DHCP സെർവർ റിക്വസ്റ്റും കാര്യങ്ങളും അലോ ചെയ്യൂല. അതായത് ഇപ്പോൾ DHCP ഓഫർ അക്നോളജ്മെൻറ്റ് പോലുള്ള ട്രാഫിക് ആ ഒരു പോർട്ട് പാസ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർഫേസ് നമ്മൾ ട്രസ്റ്റഡ് ഇൻ്റർഫേസ് ആക്കി കോൺഫിഗർ ചെയ്യണം. നോർമലി ഒരു പോർട്ട് എപ്പോഴും ഉണ്ടാവുക DHCP ക്ലയൻറ്റ് മോഡിൽ, അതായത് അൺട്രസ്റ്റ് മോഡിലാണ് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു പോർട്ടിലൂടെ എപ്പോഴും DHCP ഡിസ്കവർ അതുപോലെ റിക്വസ്റ്റ് മെസ്സേജ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പോർട്ട് നമ്മൾ ട്രസ്റ്റഡ് പോർട്ടാക്കി കൊടുക്കണം. ട്രസ്റ്റഡ് പോർട്ടാക്കി കോൺഫിഗർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ DHCP സെർവർ മെസ്സേജ്, അതായത് ഓഫർ അക്നോളജ്മെൻറ്റ് പോലുള്ള മെസ്സേജ് അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പോർട്ടിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ട്രസ്റ്റഡ് എന്ന് കൊടുക്കുന്നുണ്ട്. ട്രസ്റ്റഡ്. ഓക്കെ, എൻ്റർ കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് ഞാൻ ആ ഇമേജിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ നമ്മൾ ഈ ഒരു DHCP സെർവർ കണക്ട് ചെയ്ത ഈ ഒരു GE0/0/23 എന്ന് പറഞ്ഞ സ്വിച്ചിലെ പോർട്ടിനെ ട്രസ്റ്റഡ് പോർട്ടാക്കി കൊടുത്ത്. അപ്പോൾ അതിലൂടെ തന്നെ ഈ ഒരു പോർട്ടിൽ DHCP സെർവർ കണക്റ്റ് ആയാൽ മാത്രമേ ഈ എൻ്റെ ഡിവൈസുകൾക്ക് IP അസൈൻ ആവുള്ളൂ. ഇപ്പോൾ പുറത്തുനിന്നൊരു അറ്റാക്കർ വന്നിട്ട് ഈ ഒരു ഫേക്ക് DHCP സെർവർ എന്നൊരു കണക്ഷൻ ഈ ഒരു സ്വിച്ചിൽ വേറെ ഏത് പോർട്ട് കൊടുത്താലും ഒരിക്കലും ഈ എൻ്റെ ഡിവൈസുകൾ IP അസൈൻ ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ജുനിപ്പർ ഡിവൈസിൽ DHCP സ്നൂപ്പിംഗ് കോൺഫിഗർ ചെയ്യുന്നു. അതുപോലെ DHCP സ്പൂഫിംഗ് എന്ന് പറഞ്ഞ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈസുകളിൽ DHCP സ്നൂപ്പിംഗ് കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ.